Hello friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റേഷ്യോ കവറേജ് റേഷ്യോസ്. സോൾവൻസി റേഷ്യോനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നു. സ്ട്രക്ചറൽ റേഷ്യോ, ദെൻ കവറേജ് റേഷ്യോ. സ്ട്രക്ചറൽ റേഷ്യോസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിരുന്നത്. ദെൻ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കവറേജ് റേഷ്യോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Meaning of coverage ratio. The second type of leverage ratio are the coverage ratio. These ratios are computed from the statement of profit and loss account. Coverage ratios are used to test the firm debt servicing capacity. Debt servicing capacity means the ability of the firm to make periodic payment of interest and preference dividend. Coverage ratios നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫേമിൻ്റെ ഡെപ്റ്റ് പേയ്മെൻറ്റ് കപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള റേഷ്യോസ് ഉപയോഗിക്കുന്നത് ഫണ്ട് ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പോലത്തെ വിഭാഗക്കാരുമാണ്. ഈ റേഷ്യോസ് ഉപയോഗിക്കുന്നത് വഴി ഫേമിൻ്റെ ഡെപ്റ്റ് സർവീസിങ് കപ്പാസിറ്റി അസസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോണിൻ്റെ ഡെപ്റ്റ് സർവീസിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡെപ്റ്റ് സർവീസിങ് ഡിവിഡൻറ്റുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട രണ്ട് കവറേജ് റേഷ്യോസ് ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അതുപോലെ തന്നെ ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ. ഈ റേഷ്യോക്ക് ആവശ്യമായിട്ടുള്ള ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ എടുക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. കവറേജ് റേഷ്യോസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. On borrowed fund, the borrowing firm is required to pay interest regularly. The lenders and lending institution are interested in finding out whether the firm would have sufficient profit to pay interest periodically. Interest coverage ratio is computed for this purpose. ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കമ്പനിക്ക് തിരിച്ച് അവരെ ഇൻട്രസ്റ്റ് റെഗുലർലി പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേഷ്യോസിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയെന്ന് നോക്കാം. Interest coverage ratio equal to profit before interest and tax divided by interest. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ദിസ് റേഷ്യോ ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ടൈംസിലാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ. സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 6 to 7 ടൈംസിലാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് കൺസിഡർ ചെയ്യുക ഇതൊരു ഐഡിയലാണ്, സ്റ്റാൻഡേർഡ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യുക. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഹയർ ദി റേഷ്യോ ദ സ്ട്രോങ്ങർ ഈസ് ദി അബിലിറ്റി ഓഫ് എ കമ്പനി ടു പേ ഇറ്റ്സ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് എ ലിമിറ്റഡ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ടാക്സീസ് റുപ്പീസ് 1,60,000. The amount of interest is rupees 40,000 and provision for taxation is rupees 80,000. Calculate interest coverage ratio. ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ദെൻ ഇൻട്രസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് തന്നെ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് പ്രയാസമില്ലാതെ ഡിനോമിനേറ്റർ ആയിട്ട് ഇൻട്രസ്റ്റിനെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിൻ്റെ കാൽക്കുലേഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമുക്ക് കാണേണ്ടത്. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് rupees 1,60,000. അതിനോടുകൂടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻട്രസ്റ്റിനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് 40,000. ദെൻ അതുപോലെ തന്നെ ടാക്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 80,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2,80,000 ആണ് നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. Then interest coverage ratio equal to 2,80,000 divided by interest 40,000. 7 times അല്ലേ. നമ്മുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്.
നമ്മുടെ സ്റ്റാൻഡേർഡ് 7 ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദ ഫേം ഈസ് ഫൈനാൻഷ്യലി സൗണ്ട് അല്ലേ, അത് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ കാപ്പബിൾ ആണ് എന്നും കൂടി നമുക്ക് പറയാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റേഷ്യോസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതിൻ്റെ മേജർ ഹെഡ് സോൾവൻസി റേഷ്യോ ആണ്, അതിൻ്റെ സബ് ഹെഡ് ആണ് എന്ത്, കവറേജ് റേഷ്യോസ്. കവറേജ് റേഷ്യോസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോൻ്റെ മീനിങ് ആണ്, അതായത് ഇൻട്രസ്റ്റ് ക്ലിയറായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസിലാണ്. സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 6 to 7 ടൈംസ് ആണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആയിരുന്നു, ഇപ്പം പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഡിനോമിനേറ്റർ ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ ആൻസർ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.